ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടു ടാൻജൻസ് incline at an angle 60 degree are drawn to a circle of radius 3 centimeter, find the length of each tangent. നമുക്ക് ഫിഗർ വരച്ച് നോക്കണം അല്ലേ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഒരു സർക്കിൾ ഉണ്ട്, ടു ടാൻജൻസ് ആർ ഡ്രോൺ വിച്ച് ആർ ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഞാൻ രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പോവാണ്. ഇത് ഇതിൻ്റെ സെൻറ്ററാണ്. രണ്ട് ടാൻജൻസ് വരച്ച് ഞാൻ കണ്ടില്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഈ ആംഗിളാണ് 60 ഡിഗ്രി. ഇത് പി ആണെന്ന് വിചാരിക്കുക. പി എ ആൻഡ് പി ബി ആർ ദ ടു ടാൻജൻസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഇതിൻ്റെ റേഡിയസ് 3 ആണ്. നമ്മൾ എപ്പോഴും ടാൻജൻറ്റ് തന്നാൽ സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ജോയിൻ ചെയ്യണം. എല്ലാ പ്രോബ്ലത്തിലും അത് ചെയ്യണം. അത് ഫിഗറിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യണം. സെൻറ്ററും പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അതുപോലെ ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് സെൻറ്ററും ജോയിൻ ചെയ്തു. നമുക്കറിയാവുന്ന കാര്യം ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രി വരും. നമുക്കറിയാമല്ലോ, അത് റീസൺ അറിയാമല്ലോ. പിന്നെന്താണ്? പിന്നെ റേഡിയസ് 3 ആണ് അല്ലേ. ഓക്കെ, റേഡിയസ് 3 ആണ്. ഇത് 3 ആണ്, ഇതും 3 ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻസ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. വേറൊന്നും തന്നിട്ടില്ല അല്ലേ. സെൻറ്റർ ഒ എന്ന് പേര് കൊടുക്കുക അല്ലേ. സെൻറ്റർ ഒ ആണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഞാൻ ഒയിൽ നിന്ന് പിയിലോട്ട് ജോയിൻ ചെയ്യട്ടെ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും നമുക്ക്. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രി എങ്കിലും യൂസ് ചെയ്ത് സൈഡുകൾ കാണാം. ഒയും പിയും തമ്മിൽ ഞാനൊന്ന് ജോയിൻ ചെയ്തേക്കട്ടെ. ഒയും പിയും തമ്മിൽ ജോയിൻ ചെയ്തു. വി ഗെറ്റ് ടു ഐഡൻറ്റിക്കൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇത് രണ്ടും ഐഡൻറ്റിക്കലാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ. ഈ രണ്ട് ട്രയാങ്കിളും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇത് 60 ആവുമ്പോൾ ഈ ഓരോ ആംഗിളും 30 വീതം വരും. ഇത് 30 ഡിഗ്രി, ഈ താഴെയുള്ളതും 30 ഡിഗ്രി. ദേ ആർ ഐഡൻറ്റിക്കൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. ഇപ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മളത് തിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ടു ട്രയാങ്കിൾസ് ആർ ഐഡൻറ്റിക്കൽ. എന്നാലും നമ്മൾ അതിൻ്റെ പ്രൂഫ് ഒന്നും ഇവിടെ കാണിക്കണം. ഓക്കെ, എന്തുകൊണ്ട് ഇത് 30 ആയി എന്നുള്ളത് സ്റ്റെപ്പ് എഴുതണം, ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്ക്. ഓക്കെ, സോ ആദ്യം തന്നെ ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. പിന്നെ ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് കാണാൻ പോകുന്നു. സോ കോൺഗ്രുവൻ്റ് ആണ്, ഐഡൻറ്റിക്കൽ ട്രയാങ്കിൾ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകൾ കിട്ടിയിട്ടുണ്ടല്ലേ, ഒ എ പി ആൻഡ് പിന്നെ വേറെ ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഒ എ പി അല്ലാതെ ഒ ബി പി. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ അവിടെ ആംഗിൾ എ, ഇവിടെ ആംഗിൾ എ കാണുന്നുണ്ടല്ലോ, ആംഗിൾ ഒ എ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് തിയറാണ്. നിങ്ങൾ റീസൺ എഴുതിക്കോളല്ലോ. എന്താണ് റീസൺ? റീസൺ എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് the radius through the point of contact are perpendicular. അതൊരു തിയറാണ്. ഇത് 90 ഡിഗ്രി വരാനുള്ള കാരണം ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രി. അതാണ് തിയറം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് 90, ഇത് 90. അപ്പോൾ ഇത് രണ്ടും റൈറ്റ് ആംഗിൾഡ് ആയി. അപ്പോൾ പിന്നെ ഈ മുകളിലുള്ള ട്രയാങ്കിളുടെ സൈഡ് ഒ എ അത് 3 ആണല്ലോ, അത് റേഡിയസ് ആണല്ലോ. താഴെയുള്ള ട്രയാങ്കിളുടെ സൈഡ് ഒ ബി അതും റേഡിയസ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ സെയിം ആയിട്ടുണ്ട്. ഒ പി രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡാണ് ഒ പി അല്ലേ. ഈ കാണുന്ന ട്രയാങ്കിൾ മുകളിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡാണ് ഒ പി. താഴെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ സൈഡും ഒ പി തന്നെയാണ്. ഒ പി ഈക്വൽ ടു ഒ പി.
രണ്ട് ട്രയാങ്കിളും ഒ പി എന്ന് പറഞ്ഞ സൈഡ് ഷെയർ ചെയ്യാണ്. കോമൺ സൈഡ് ഇറ്റ് ഈസ് ഹൈപ്പർടെന്യൂസ്. ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒ പി എന്ന് പറഞ്ഞാൽ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും ഹൈപ്പർടെന്യൂസ് ആണ്. അപ്പോൾ ഇത് മതി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാനായിട്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് 90 ഡിഗ്രി, സോ റൈറ്റ് ആംഗിൾഡ് RI. ഹൈപ്പർടെന്യൂസ് ഒ പി സെയിം ആണ്, H സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർടെന്യൂസ്. ഒ എ ഈക്വൽ ടു ഒ ബി. ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ്, അത്രയേ ഉള്ളൂ. RHS റൂൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ, RHS. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പർടെന്യൂസസ് സെയിം ആണ്, വേറെ സൈഡ് സെയിം ആണ്. RHS കോൺഗ്രുവൻസി റൂൾ പ്രകാരം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണ്. സോ ഇവിടെ എഴുതാം ബൈ RHS കോൺഗ്രുവൻസി റൂൾ. ട്രയാങ്കിൾ OAP കോൺഗ്രുവൻ്റ് വിത്ത് ട്രയാങ്കിൾ OBP. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഏത് ആംഗിൾ OPAയും OPBയും ഈക്വൽ ആണ്. ആംഗിൾ OPA പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എഴുതണുള്ളൂ. ആംഗിൾ OPAയും ആംഗിൾ OPBയും ഈക്വൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് 30 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ OPAയും ആംഗിൾ OPBയും സെയിം ആവണം. ഇതിൻ്റെ ടോട്ടൽ 60 ആയതുകൊണ്ട് രണ്ടും 30 ഡിഗ്രി വരണം. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ കാണിക്കേണ്ടി വരും. ഇനി നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്താൽ AP കിട്ടും. വളരെ ഈസി ആയിട്ട് AP കിട്ടും. AP അല്ലേ കാണണ്ടേ? ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നിട്ടുണ്ട് അല്ലേ? ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോക്കസ് ചെയ്യുക. ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 3. സംശയമുണ്ടോ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ആര്? 3 വരുന്നത്. 30 ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് AP. ഹൈപ്പർടെന്യൂസ് അല്ല, ഹൈപ്പർടെന്യൂസ് OP ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 30 ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് AP, അതാണ് വേണ്ടത്. അപ്പോൾ ടാൻ എടുക്കേണ്ടി വരും, കാരണം ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് വരുന്നത് ടാനാണ്. നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആണ് വേണ്ടത്, ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. സോ ടേക്കിംഗ് ടാൻ 30 ഡിഗ്രി. ഈ ചെറിയ ആംഗിൾ 30 ആണല്ലോ. സോ ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് AP. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. പഠിച്ചിട്ടില്ലേ? ശരിയല്ലേ? കറക്റ്റ് ആണല്ലോ. ഇപ്പോൾ 3/AP ഈസ് ഈക്വൽ ടു ടാൻ 30. 1/√3 ആണ് ടാൻ 30. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. AP × 1 AP ആണല്ലോ. ഇവിടെ 3√3 വരും. സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ വരുന്നത്.